Where is Ronaldo? Where is Cristiano? Where is Cristiano? Where is Ronaldo? Where is Ronaldo? Where is Ronaldo? Morocco this way. Portugal airport. Yeah, Ronaldo lost. Where is he? Airport that way. Portugal airport is that way. Ronaldo? He's crying in his car. ഖത്തർ വേൾഡ് കപ്പ്. ദോഹയിലെ ഇരുണ്ട രാത്രിക്ക് ശേഷം അയാളെന്ന മാനുഷിക ജന്മത്തിന് ഇനിയും ഒരു അംഗത്തിന് ആയുസ് ബാക്കിയുണ്ട് എന്നൊരു ചോദ്യം ലോകം ഉയർത്തുന്നുണ്ട്. ലിയോണൽ മെസ്സിക്ക് മോക്ഷം നൽകിയ വിശ്വകിരീടവും വിശ്വവേദിയും വേദനയോടെ തന്നെയാകണം ആ ചോദ്യം കേട്ടുനിന്നതും. 20 വർഷത്തിലേറെ പറങ്കിപ്പടയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് വഴിവെട്ടിയവന് കാലം പകരം വെച്ച് നൽകിയത് മൂർച്ചയേറിയ അറവുകത്തി തന്നെയായിരുന്നു. അയാളുടെ കണ്ണീര് വീണ മരുഭൂമിയിലെ മണൽപ്പരപ്പുകളുടെ ഈർപ്പം ഇന്നും വറ്റി ഉണങ്ങിയിട്ടില്ല. പോർച്ചുഗൽ ജേഴ്സിയിൽ ഉരുകിയൊലിച്ചയാൾ മറഞ്ഞ നിമിഷങ്ങൾ ഇന്നും ഉള്ളിനെ പൊള്ളിക്കുന്നുണ്ട്. അന്ന് പലരും അയാൾ അവസാനിച്ചു എന്ന് ഏറെക്കുറെ വിധിയെഴുതി. സംസാരിക്കുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചാണ്. ലോകത്തെ ദൈവവിധിയെപ്പോലും കീഴ്പ്പെടുത്തി വിണ്ണിൽ കാലുറപ്പിച്ച മനുഷ്യനെക്കുറിച്ച്. മരണത്തിൻ്റെ ഗന്ധം പടർന്ന ഗർഭപാത്രത്തെയും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ ബാല്യകാലത്തെയും തലവരെയെപ്പോലും ആത്മവിശ്വാസം ഒന്നുകൊണ്ട് പൊരുതി തോൽപ്പിച്ചവനെക്കുറിച്ച്. ഒരു മനുഷ്യായുസിന് ലോകത്തെത്താൻ കഴിയുന്നതിനേക്കാൾ പീക്കിലേക്ക് സഞ്ചരിച്ചെത്തി നിൽക്കുന്ന അമാനുഷികനെക്കുറിച്ച്. അയാൾ അവസാനിക്കണമെങ്കിൽ അയാൾ തന്നെ തീരുമാനിക്കണമല്ലോ. അവസാനിച്ചുവെന്ന് അയാൾ പറയുന്ന ദിവസവും മണിക്കൂറും മിനിറ്റും സെക്കൻഡും കഴിയും വരെ CR7 എന്ന ലൂപ്പിൽ തന്നെയായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും പോലും യാത്ര. അൽ നാസർ ജേഴ്സിയിലെ അടങ്ങാത്ത ഗോൾ ദാഹവും പോർച്ചുഗൽ ജേഴ്സിയിൽ അവസാനിക്കാത്ത അഭിനിവേശവും ക്രിസ്ത്യാനോ എന്ന മഹാമരിയുടെ രക്തം ഇന്ന് വരെയും കട്ടപിടിച്ചിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അഹങ്കാരിയെന്നും സ്വാർത്ഥനെന്നും വയസ്സനെന്നും മുദ്രകുത്തുന്ന ലോകത്തോട് മറുപടി പറയുവാൻ തൻ്റെ മുഴുവൻ കരിയർ പോലും അയാൾക്ക് പകരം വയ്ക്കണമെന്നില്ല. 30 വയസ്സിന് ശേഷമുള്ള കണക്കുകൾ മാത്രം മതിയാകും. കെട്ടുകഥകളും കേട്ടുകേൾവികളും വെച്ച് ഗോൾ പോസ്റ്റിനകത്ത് പെറ്റുകിടക്കുന്നവനെന്ന് വിമർശിക്കുന്ന ഇന്നത്തെ സ്വയം പ്രഖ്യാപിത രാജാവിനോട് പോലും താരതമ്യം ചെയ്യുന്ന ജെൻസെഡ് തലമുറയ്ക്ക് ഒരു വട്ടം പാസ്റ്റിലേക്കും സഞ്ചരിക്കുവാൻ അവസരം ലഭിക്കുമെങ്കിൽ അങ്ങ് യൂറോപ്പിൽ ത്രിലോകം വിറപ്പിക്കുന്ന ചുവന്ന ചെകുത്താനെയും ലോകം നിയന്ത്രിക്കുന്ന വെളുത്ത മാലാഖയെയും കാണാം. അവിടെ നിങ്ങളോട് ഇന്നിത്തരം കഥകൾ പറഞ്ഞു തരുന്ന മുതിർന്നവർ പർദൂസയിൽ എന്ന പോലെ ഭയം ബാധിച്ച് നിൽക്കുന്നത് കാണാം. അമീബ കണക്കെ അവരുടെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന റൊണോ നിമിഷങ്ങൾ മനസ്സിന് സമനില പോലും തെറ്റിക്കുന്നത് കാണാം. മാഞ്ചസ്റ്ററും റയൽ മാഡ്രിഡിലും യുവൻസിലും തീർത്ത നിമിഷങ്ങൾ ഏത് മണ്ണും അയാൾക്ക് സമമെന്ന് തെളിയിച്ച് നിൽക്കുന്നത് കാണാം. എതിരാളികളുടെ മുൻവിധികളെയും വിശ്വാസങ്ങളെയും അപ്പാടെ തല്ലി തകർക്കുന്നത് കാണാം. He comes to life when the competition comes to life. Beautiful! It's Ronaldo! Just no stopping him! He is the bully of the big boys, fearful of no one, better than almost everyone. The theatre lives its dream. Its fantasy hero retreads the boards. The magic man does his thing again. When in need, call 7. പ്രായം 40 പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അയാളിൽ നിന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട് ഈ ഭൂമിയിൽ. രക്ഷകനായി അയാൾ അവതരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതാണ് ഈ വിണ്ണിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത ലെഗസി. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും പോർച്ചുഗൽ ജേഴ്സിയിൽ അയാളുടെ കിരീടാരോഹണം തന്നെയായിരിക്കും. യുസോബിയും ഫിഗയും കെട്ടിയ അടിത്തറയിൽ സാമ്രാജ്യം കെട്ടിയുയർത്തിയത് അയാൾ തന്നെയാണ്. പിന്നീട് പോർച്ചുഗൽ ജനത മറ്റൊരു യുഗത്തിലൂടെയാണ് സഞ്ചരിച്ചത്. സ്വപ്നം കാണുവാൻ പോലും അർഹതയില്ലാത്തവരെ സ്വർഗതുല്യമായ വേദിയിലേക്ക് എത്തിച്ചും 3 കിരീടങ്ങളും 6 തവണ വേൾഡ് കപ്പ് യോഗ്യതയും സമ്മാനിച്ച് ആരുടെ മുന്നിലും ഒരിക്കലും തലകുനിക്കാൻ സമ്മതിക്കാതെ റൊണോയുടെ വിയർപ്പ് കയറുന്ന യുഗം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. റൊണോയ്ക്ക് മുൻപും റൊണോയ്ക്ക് ശേഷമെന്ന ചരിത്രം അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടാത്തവൻ അബോഷണിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴക്കി. വിഷപ്പടക്കി തട്ടിയ പന്തുകൊണ്ട് ലോകം കീഴടക്കുന്നുണ്ട്.
ഇന്നയാൾക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഈ ഭൂലോകത്തില്ല. ഈ ലോകത്തിലെ മനുഷ്യരുടെ മനസ്സ് പോലും അയാൾ കീഴടക്കുന്നുണ്ട്. പരാജയപ്പെട്ടതോ ഒരിക്കൽ മാത്രം. രഥചക്രം ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ ശിരസ് ഛേദിക്കപ്പെട്ട കർണനെ പോലെ ഖത്തറിൻ്റെ വേദിയിൽ അയാൾ ഇന്നും നിൽക്കുന്നുണ്ട്. അന്ന് അയാൾക്കൊപ്പം പൊരുതുവാൻ ഒരു സൈന്യമുണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ബലഹീനതയും. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ശരീരവും മനസ്സും കൊണ്ട് അയാൾക്കൊപ്പം നിന്ന് പൊരുതുവാൻ പോർച്ചുഗൽ ടീം മുഴുവനായുണ്ട്. അയാളത് അർഹിക്കുന്നുവെന്നും ഞങ്ങളത് നേടിക്കൊടുക്കുമെന്നും അവർ ദൃഢനിശ്ചയം ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് പച്ചപ്പുൽ മൈതാനങ്ങളെ തീപിടിപ്പിച്ചവരുടെ കാലുകൾക്ക് വേണ്ടതും ആ കൂട്ടു തന്നെയാണ്. 40-ലും കെട്ടടങ്ങാത്ത ആഴിയായി അയാൾ കൂടി ആളിക്കത്തുമ്പോൾ ചരിത്രം ശിരസ് താഴ്ത്തേണ്ടി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. തൻ്റെ കൂടെ പിറക്കുന്നോണം അവനത് ലഭിക്കണമെന്ന് ലിയോണൽ മെസ്സിയും ബ്യൂണസ് ഐറസിലെ തൻ്റെ വേൾഡ് കപ്പിനോട് പതിയെ മന്ത്രിക്കുന്നുണ്ടാകണം. ലോകകപ്പില്ല, അഹങ്കാരിയാണ്, സ്വാർത്ഥനാണ്, എല്ലാം തികഞ്ഞവനല്ല എന്ന് വിരോധികൾ എത്ര തവണ തൊണ്ടലറി വാദിച്ചാൽ പോലും ലോകത്തിലെ ദുരന്തങ്ങളിൽ കൂടെ നിൽക്കുന്ന, അവർക്ക് വേണ്ടി തൻ്റെ സൗകര്യങ്ങൾ പോലും വിട്ടു നൽകുന്ന, അമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, ലഹരിയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച, തോൽവിയിൽ നിന്നും ഉയർത്തി നിൽക്കുവാൻ ശീലിപ്പിച്ച, യാതൊരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത പറങ്കിനാടിനെ പോലും ലോകത്ത് സ്ഥാനം നിർണയിച്ച, എന്തിന് ഇങ്ങ് കേരളത്തിലെ തളർന്ന മനുഷ്യരെ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന, പ്രചോദിപ്പിച്ച ആ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് ഞങ്ങൾ തിരിച്ചു വാദിച്ചുകൊണ്ടേയിരിക്കും. തെരുവുതൂത്തവനിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ സിംഹാസനത്തിലേക്ക്, ആ അർഹതയിലേക്ക് അയാൾ പറന്നുയരുമ്പോൾ വൻകരകളിലെ മേലാളന്മാർക്ക് അസൂയ കൊണ്ട് നോക്കി നിൽക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇന്നും അയാളെ തരം താഴ്ത്തി കാണിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ താഴെ തട്ടിൽ നിന്നും ലോകത്തിൻ്റെ നിലയിലേക്ക് എത്താൻ സാധിക്കുമെന്ന ആ പാഠം ലോകത്തിൻ്റെ പൾസിനെയാണ് നിയന്ത്രിച്ചത്. അങ്ങനെ ഈ ലോകത്ത് കോടാനുകൂടി റൊണാൾഡോമാർ പുനർജനിച്ചു. അവിടെയാണ് അയാൾ ഈ ഫുട്ബോളിൽ മാത്രമല്ല ഈ ലോകത്തിൻ്റെ നായകൻ കൂടിയാകുന്നത്. അയാൾക്കിനി ഒന്നുമാകില്ല എന്ന് ഇന്നും പരിഹസിക്കുന്നവരുണ്ട്. എന്നാൽ അവിശ്വസനീയമായതിനെയെല്ലാം അയാൾ കഠിനമായി പരിശ്രമിച്ചാണ് നേടിയെടുത്തിട്ടുള്ളത്. അതാണ് അയാൾ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും. 5 ബലോൺ ഡോറുകളും അതിനൊത്ത ചാമ്പ്യൻസ് ലീഗും ഒരു യൂറോ കപ്പും അതിൻ്റെ ഉദാഹരണങ്ങളാണ്. 7 അത്ഭുതങ്ങൾക്കും അപ്പുറം 8ാമതൊന്ന് അയാളാണെന്ന് വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. 2 പതിറ്റാണ്ട് കാലം ആരാധകരുടെ എന്നല്ല, തന്നെ പുച്ഛിച്ച് കൂടെ നിന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ലോകം വെട്ടിപ്പിടിച്ചവൻ്റെ കഥ 2026 ഒരുപക്ഷെ അവസാനിക്കുമായിരിക്കും. എന്നാൽ പ്രായം കൊണ്ട് വിലയിടുന്നവർ ഈ ഫ്രെയിമിലേക്കൊന്ന് നോക്കുക. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ കരിയറിനോട് പലർക്കും അസൂയ തോന്നുന്നത്, ഇന്നും അംഗീകരിക്കാത്തതും. അതുകൊണ്ട് തന്നെ അയാളുടെ ജീനുമായി ആരെയും കമ്പയർ ചെയ്യുവാൻ സാധിക്കാത്തതും. അതിനാൽ തന്നെ നീണ്ട 25 വർഷക്കാലം ഫുട്ബോളിനോട് പുറത്തെ നീതിയോടും അച്ചടക്കത്തിനും ആത്മസമർപ്പണത്തിനും പകരം നൽകുവാൻ കാലത്തിനും ബാധ്യതയേറെയുണ്ട്. അയാളെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, അയാൾക്കൊപ്പം ജീവിച്ച ഒരു തലമുറയുടെ അടങ്ങാത്ത ആഗ്രഹം കൂടിയാണത്, ഒടുങ്ങാത്ത പ്രാർത്ഥനയും. 17 ലോകവും അതിൻ്റെ കാഴ്ചക്കാരനാകുവാൻ കാത്തു നിൽക്കുന്നത് കാണാം. കാരണം അവരുടെ ഹൃദയധമനികളെ, ഹൃദയമിടിപ്പുകളെ, സിരകളിലൂടെ ഓടുന്ന രക്തസമ്മർദ്ദത്തെ അത്രമേൽ സ്വാധീനിച്ചൊരു പന്താട്ടക്കാരൻ ഇന്നോളം ഭൂമിയിൽ പിറന്നിട്ടില്ല. മെസ്സിയോട് കാണിച്ച ദയ റൊണാൾഡോയോടും ചരിത്രത്തിന് കാണിക്കുവാൻ സാധിക്കട്ടെ. എന്നിട്ടും ഒരു പക്ഷേ അയാൾ വീണു പോവുകയാണെങ്കിൽ കൂടി റൊണാൾഡോയെ തോൽപ്പിച്ചുവെന്ന് ഒരു കാലത്തും കരുതാൻ നിൽക്കരുത്. അയാളുടെ അവസാനം വരെ ഈ ഉലകത്തെ അയാൾ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അയാൾ പണിത റെക്കോർഡുകളും ചരിത്രങ്ങളും അമാനുഷിക നിമിഷങ്ങളും മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കും കാലം ഈ ലോകത്തോട് സദാ സംസാരിച്ചു കൊണ്ടേയിരിക്കും, വാദിച്ചു കൊണ്ടേയിരിക്കും. നീയെല്ലാം ഏത് ദേശത്തെയും ഏത് കുപ്പായത്തിലെയും ഏത് ഇതിഹാസത്തെ നെഞ്ചിലേറ്റി റോണോയെ വിമർശിച്ചാൽ പോലും അയാൾ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ കഥയുടെ അവസാന നാളിൽ നീയും നിൻ്റെ ഹൃദയവും വേദനിക്കും, നിൻ്റെ കണ്ണുകളിൽ കണ്ണീരൊഴുകും. എൻ്റെ റൊണോയെന്ന് മന്ത്രിച്ചു പോകും. അതുകൊണ്ട് തന്നെ റൊണാൾഡോയെ തൊടുവാൻ കഴിയുന്നു തന്നെയാകണം 2026 വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്നോളം റൊണാൾഡോയുടെ എല്ലാ വേർഷനും ഇതിനോടകം തന്നെ നാം ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാ നീതിദേവതയും കണ്ണടച്ചാൽ പോലും അവസാനത്തെ ഈ വെല്ലുവിളിയും മറികടക്കണമെന്നാണ് വിധിയെങ്കിൽ ഈ കലിയുഗത്തിലെ അയാളുടെ അവസാന കൽക്കി അവതാരത്തെയും നമുക്ക് സാക്ഷിയാകേണ്ടി വരും. സംഹാരം കൊണ്ട് വെന്ത് വെണ്ണീറാക്കുന്ന ചെകുത്താനും
എതിർപ്പാളയങ്ങളെ മണ്ണുകൊണ്ട് മൂടുന്ന എൽ ബിജോയും ശത്രുക്കളെ രക്തം കൊണ്ട് കുളിപ്പിക്കുന്ന പറങ്കിപ്പടയുടെ നായകനും എല്ലാം കൂടിച്ചേരുന്ന അവസാനത്തെ അവതാരം. മഹാഭാരതത്തിലെ വാക്കുകൾ കടമെടുത്ത് തന്നെ പറയാം. അയാൾ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ബ്രഹ്മനും തടുക്കാനാകില്ല. The last version of Ronaldo, Kalki. Since that trembling teenager of touch and tease first tiptoed onto this storied stage, now in his immaculate maturity, CR7. Ronaldo. Oh, genius! Absolute genius! Would you believe it? Portugal's hopes rest on Cristiano Ronaldo's shoulders. First team to win this competition twice. Portugal are the Nations League winners for 2025. And the boy from Madeira, who loves playing for his country. Almost 20 years ago, Cristiano Ronaldo embarked upon his own journey from Funchal to Lisbon, to Manchester to Madrid. The boy from Madeira, with magic in his boots and a burning desire to be the greatest. The man who would be king. Ronaldo! Oh, he wasn't doing it again! He comes to life when the competition comes to life. Beautiful! Finish Ronaldo! Just no stopping him! He is the bully of the big boys! Fearful of no one, better than almost everyone! Ronaldo! It is Ronaldo! Commanding man! Presenting again! To retread the ball! Trepanent! Here I am! A walking work of art. He comes to life